بسم الله الرحمن الرحيم صلى الله على محمد صلى الله عليه وسلم. ജീവിതത്തിലെ ഒരനുഭവം, ഞാൻ ഒരുപാട് പ്രസംഗങ്ങളിൽ ഈ അനുഭവം പങ്കുവച്ചിട്ടുണ്ട്, പല വേദികളിലും ഞാനിത് പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ മഹത്വം എന്താണെന്നറിയാൻ, ഇതിന്റെ നാളെ ആർക്കാണ് ഇതിന്റെ ഭവിഷ്യത്ത് ഉണ്ടാവുക എന്ന് തിരിച്ചറിവുണ്ടാകാൻ വേണ്ടി എന്റെ സഹോദരങ്ങളോട് ചെറിയ അനുഭവം. കടുവാപ്പള്ളിയിലാണ് ഞാൻ ഇത്രയും കാലം ജോലി ചെയ്തിരുന്നത്, തിരുവനന്തപുരം ജില്ലയിൽ. ഞാനിപ്പോ 3 മാസമായി അവിടുന്ന് വിട്ടു. കാരണം പ്രഭാഷണത്തിന്റെ തിരക്കുകൾ കാരണം ജുമായ്ക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ലാത്തത് കൊണ്ട് തൽക്കാലം ഒന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് അവിടുന്ന് പടിയിറങ്ങിയത്. അവിടെ ഒരു ജുമാ കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ വരുമ്പോൾ എന്റെ പള്ളിയുടെ മുമ്പിൽ ഒരാൾ തോർത്ത് പിടിച്ച്, ഹൈവേയുടെ സൈഡിലാ പള്ളി, നിങ്ങൾക്കറിയാം, NH-ന്റെ സൈഡിലാണ്. ഒരുപാട് ആളുകൾ വെള്ളിയാഴ്ച സഹായാഭ്യർത്ഥനയുമായി വരാറുണ്ട്. ആരുടെയും കാര്യം പള്ളിയിൽ പറയാറില്ല, കാരണം അതിന് സമയം ഉണ്ടാവുള്ളൂ, ഒരുപാട് പേര് ഹൈവേ ആയതുകൊണ്ട്. അപ്പൊ ഞാനിങ്ങനെ ഇറങ്ങി വരുമ്പോ ഒരാൾ എന്നെ ഇങ്ങനെ തോർത്തും വിരിച്ച് പിരിക്കാൻ നിൽക്കുക. ഇയാളുടെ മുഖം കണ്ടപ്പോ എനിക്ക് നല്ല പരിചയം. ഞാൻ അയാളുടെ അടുത്ത് ചെന്നു ചോദിച്ചു, നിങ്ങളുടെ സ്ഥലം ഏതാ? അയാളുടെ സ്ഥലം പറഞ്ഞു. സ്ഥലം ഞാൻ പറയണില്ല. സഹോദരങ്ങളെ, ഞാൻ അയാളെ പിടിച്ചുകൊണ്ടുപോയി. നോക്കൂ, ഞാൻ അത്ഭുതപ്പെട്ടുപോയി. ഇന്നിവിടെ വന്നതുപോലെ ഏതാണ്ട് 10-11 വർഷത്തിന് മുമ്പ് ആണെന്ന് തോന്നുന്നു എന്റെ ഓർമ്മ. അദ്ദേഹത്തിന്റെ നാട്ടിൽ ഞാൻ അതിന് പോയി. ഇതേപോലെ ഒരു പരിപാടിക്ക് ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചത്. ശീതീകരിച്ച മുറിയിൽ സർവ്വ സംവിധാനങ്ങളോടെ അദ്ദേഹത്തിന്റെ 2 നില വീടിന്റെ മുകളിൽ കിടക്കാനുള്ള സംവിധാനം ഒരുക്കി ഞാൻ അവിടെ കിടന്നതാണ്. അദ്ദേഹം ആ നാട്ടിൽ അന്ന് ഓടി കാറുള്ള ഒരു മനുഷ്യൻ അദ്ദേഹമാണ്. എന്റെ പള്ളിയുടെ മുമ്പിൽ നിന്ന് അയാൾ ബക്കറ്റ് വെച്ച് തോർത്ത് വിരിച്ച് യാചിക്കുകയാണ്. ഒരു പേക്കോലമായി അദ്ദേഹം തളർന്നൊട്ടി നിൽക്കുക. ഞാൻ ഇയാളെ കണ്ടപ്പോൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയണില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി? അയാൾ പറഞ്ഞു, ഉസ്താദേ, എനിക്ക് ഒരേ ഒരു മകളെ ഉണ്ടായിരുന്നുള്ളൂ. കെട്ടിച്ചു വിട്ടത് ചാവക്കാടാണ്. മകളെ കെട്ടിക്കുമ്പോൾ കിലോ കണക്കിന് സ്വർണവും ഏറ്റവും കൂടിയ വാഹനവും റബ്ബറും ഒക്കെ കൊടുത്തു. ഇടുക്കി ജില്ലയുടെ കുട്ടിക്കാനത്ത് ഭാഗത്ത് അദ്ദേഹത്തിന് സ്വന്തമായി ഏലത്തോട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പറയാൻ അങ്ങനെ ഒരു ദിവസം മകളുടെ കല്യാണം കഴിഞ്ഞു. 4-5 മാസം കഴിഞ്ഞപ്പോൾ 2-3 മാസം ഗർഭിണിയാണ് മകളും മരുമോനും കൂടി ഡോക്ടറാണ് മരുമോൻ. അങ്ങനെ 2 പേരും, ഒറ്റ മോളേ ഉള്ളൂ, വേറെ മക്കൾ ആരുമില്ല. ഒരുമായി യാത്ര ചെയ്യുമ്പോൾ ബൈപ്പാസിൽ വെച്ചൊരു ടാങ്കർ ലോറിയുമായി കൂട്ടിയിടിച്ചു, അപകടത്തിൽപ്പെട്ടു. 2 പേരും മരണപ്പെട്ടു. മരുമകനും മരിച്ചു, മകളും മരിച്ചു. ജീവിതത്തിന്റെ ഏറ്റവും വലിയ കൈത്താങ്ങാകേണ്ട ഏക മകളുടെ മരണം എന്നെ തകർത്തു. ഞാനും എന്റെ ഭാര്യയും വീട്ടിനകത്ത് ഇങ്ങനെ കരഞ്ഞ് തളർന്ന് ജീവിച്ചു. കുറെ നാള് കഴിഞ്ഞു. പുറത്തേക്കൊന്നും പോവില്ല. ഞങ്ങളുടെ മനസ്സ് മുഴുവൻ ആ മകളെ കുറിച്ചുള്ള ചിന്തയാ. മകളുടെ മയ്യത്ത് എന്റെ മുഖം മനസ്സിൽ നിന്ന് മാറുന്നില്ല. അങ്ങനെ കുറെ നാള് കഴിഞ്ഞപ്പോ ഒരു ദിവസം എന്റെ ഭാര്യയ്ക്ക് രാത്രിയിൽ കഞ്ഞി കുടിച്ചിട്ട് കിടക്കാൻ പോകുമ്പോ വല്ലാത്ത തലവേദന. പെട്ടെന്ന് അടുത്തുള്ള കാഞ്ഞിരപ്പള്ളി താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവർ പറഞ്ഞു പെട്ടെന്ന് കൊണ്ടുപോകാൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്നു. ഒരാഴ്ച കിടത്തി, എല്ലാ ചെക്കപ്പും നടത്തി, എല്ലാം പോസിറ്റീവാണ്. സഹോദരങ്ങളെ, അവസാനം ഒരു റിസൾട്ടിന് വേണ്ടി കാത്തുനിന്നു. ആ റിസൾട്ട് വന്നപ്പോഴാണ് അറിയുന്നത് എന്റെ ഭാര്യയ്ക്ക് ബ്രെയിൻ ട്യൂമറാണ്, ക്യാൻസറാ, തലച്ചോറിൽ ക്യാൻസറാ. RCCയിലേക്ക് വിട്ടു. RCCയിൽ കിടന്നു 2 വർഷത്തോളം. എന്റെ ഭാര്യയെങ്കിലും തിരിച്ചിട്ട്, മകള് പോയി, ആശയും ആശ്രയവുമാകേണ്ട മകള് പോയി, ഭാര്യയെങ്കിലും തിരിച്ചു കിട്ടാൻ എന്റെ സമ്പത്ത് മുഴുവനും ഞാൻ RCCയിൽ കിടക്കുന്ന ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിക്കാൻ തീരുമാനിച്ചു. എത്ര പൈസ പോയാലും ഭാര്യയെ തിരിച്ചു കിട്ടണം. അതിനുവേണ്ടി ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന വസ്തുക്കളെല്ലാം പെട്ടെന്ന് വിറ്റാൽ പൈസ കിട്ടൂലല്ലോ. ചെറിയ വിലയ്ക്ക് ഞാൻ വിൽക്കേണ്ടി വന്നു. അതൊക്കെ ഞാൻ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ചെലവഴിച്ചു. ഉസ്താദേ, നിങ്ങൾ അന്ന് കിടന്ന വീട് വരെ എന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഞാൻ വിൽക്കേണ്ടി വന്നു. എന്നിട്ട് 2 വർഷമായി എല്ലാം വിറ്റ് തീർന്നു. ഞാൻ ദരിദ്രനായി, തെരുവ് തണ്ടിയായി. ഇദ്ദേഹം പറഞ്ഞ വാക്കതാണ്, ഞാനൊരു തെരുവ് തണ്ടിയായി. എന്റെ ഭാര്യ മരിച്ചു. അദ്ദേഹം സങ്കടം കരച്ചു നിർത്തുന്നില്ല. പറയാണ്, ഉസ്താദേ, അള്ളാഹുവിന് ഇങ്ങനെ ശിക്ഷിക്കണമായിരുന്നെങ്കിൽ. ഞാൻ പറഞ്ഞു, അങ്ങനെ പറയരുത്. അള്ളാന്റെ പരീക്ഷണത്തെ സന്തോഷത്തോടെ ഏറ്റെടുക്കുക, ആഖിറത്തിൽ നിങ്ങൾക്ക് അള്ളാഹു കൂലി തരും എന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി. അദ്ദേഹം പറഞ്ഞു, ഉസ്താദേ, ഞാൻ രാവിലെ ഇവിടെ വന്നത് എനിക്ക് വീട് വെക്കാൻ പിരിക്കാനല്ല.
എന്റെ 2 കിഡ്നിയും ഇന്ന് വീക്കായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ്ട് ഒരാഴ്ചയിൽ 2 ഡയാലിസിസ് എനിക്ക് ചെയ്യണം. 2 ഡയാലിസിസ് ചെയ്യാൻ ഏതാണ്ട് 7,000-ഓളം രൂപ വേണം. അതൊന്നും എനിക്ക് വേണ്ട. ഞാൻ 1 മാസത്തോളമായി ചെയ്തിട്ടില്ല. എനിക്ക് ജീവിക്കാൻ തന്നെ കഴിയുന്നില്ല. വല്ലാത്ത ശരീരം മുഴുവൻ വേദനയുണ്ട്. പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എന്റെ കയ്യിൽ 15 രൂപയുണ്ടായിരുന്നു. ഒരു ചായയും കടിയും ഞാൻ കഴിച്ചു. ഇനി എന്റെ കയ്യിലുള്ളത് 2 രൂപയാണെന്ന് പറഞ്ഞ പോക്കറ്റിൽ നിന്ന് 2 രൂപ എടുത്ത് കാണിച്ചു തന്നു. എന്നിട്ട് പറയാ, ഞാനിവിടെ വന്നത് വിശപ്പിന്റെ വേദന കൊണ്ട് ഭക്ഷണം കഴിക്കാൻ ഇങ്ങനെ കിട്ടുന്നെങ്കിൽ, എന്നെ ആരും അറിയാത്തവരാണല്ലോ ഇവിടെയുള്ളവർ, അവിടെ കൈനീട്ടാം. എന്റെ നാട്ടിൽ പോയി കൈനീട്ടാനുള്ള നാണക്കേട് കൊണ്ടാണ് ഇവിടെ വന്നത്. നിങ്ങളുടെ മുമ്പിൽ അള്ളാഹുവിനെ എത്തിക്കുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ വേദനയോടെ അദ്ദേഹത്തിന്റെ പൂർവ്വകാല ചരിത്രം കുറച്ച് വിവരിച്ചു. അദ്ദേഹം പറയാ, എന്റെ നാട്ടിൽ ഒരുപാട് പാവങ്ങളുണ്ടായിരുന്നു, ഒരുപാട് സാധുക്കളുണ്ടായിരുന്നു. അവരൊക്കെ വന്ന് എന്റെ വീട്ടിൽ, എന്റെ വലിയ വീടും എന്റെ കാറും ഒക്കെ കണ്ട് എന്റെ വീട്ടിൽ വന്ന് സഹായം ചോദിച്ചിട്ടുണ്ട്. ഞാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ പലരെയും ഞാൻ വേദനയോടെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ അനുഭവിക്കുന്നു ആ വേദനിച്ച വേദനയുടെ ഇരട്ടി, എത്രയോ ഇരട്ടി എന്റെ റബ്ബെനിക്ക് തന്നു. ഞാൻ പണം കൊണ്ട് അഹങ്കരിച്ചതിന്റെ എന്റെ റബ്ബെനിക്ക് തന്നതാ എന്ന് ആ മനുഷ്യൻ അയാളുടെ നാവ് കൊണ്ട് തന്നെ എന്നോട് പറയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരൊറ്റ സെക്കൻഡ് പോലെ ജീവിതത്തിൽ ഈ പത്രാസും അഹംഭാവവും അഹങ്കാരവും ഒക്കെ തീരും. എല്ലാ ചിന്തയും തീരും. ഒരൊറ്റ തവണ ലോകത്തെ ഏറ്റവും ഭീകരമായ ഒരു സ്ഥലമുണ്ട്, RCC തിരുവനന്തപുരത്ത്. ഒന്ന് പോയാൽ മതി. ഒന്ന് കയറി ഇറങ്ങുമ്പോൾ തന്നെ മനസ്സ് വല്ലാതെ ചാഞ്ചാടാൻ തുടങ്ങും. അള്ളാഹുവിനോട് അടുക്കാൻ അത് മാത്രം മതി. ജീവിതത്തിൽ ഒരിക്കലേ ഞാൻ അവിടെ പോയിട്ടുള്ളൂ ഒരു കുഞ്ഞിനെ കാണാൻ. 3.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്, കുട്ടികളുടെ വാർഡില കുഞ്ഞിനെ കാണാൻ ഞാൻ അവിടെ ചെന്നപ്പോ ആദ്യവും ഒരുപക്ഷെ അവസാനവുമായി ആക്കണേ എന്ന് ഞാൻ ദുആ ചെയ്തു. അവിടെ ചെന്നു. ഞാൻ നോക്കുമ്പോ കുട്ടികളുടെ വാർഡ, അതിനകത്ത് ഒരു തള്ള, അകത്തേക്ക് കയറാൻ പറ്റൂല, ഗ്രില്ലിന്റെ പുറത്തുനിന്ന് ഇങ്ങനെ നോക്കിക്കോണം. ഞാൻ നോക്കുമ്പോ അകത്തൊരു കട്ടിലിൽ ഒരു തള്ള, ഒരു 10-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെണ്ണ് തന്റെ മടിയിൽ ഒരു കുഞ്ഞിനെ പിടിച്ച് അമക്കി പിടിച്ചിരിക്കുക, വിടുന്നില്ല. കുഞ്ഞിങ്ങനെ പുഴു പടയ്ക്കുന്ന പോലെ പടയ്ക്കുക, തള്ള വിടുന്നില്ല. ഞാൻ കരുതിയത് എന്തിനാ ഈ തള്ള ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് കുഞ്ഞ് കളിക്കാൻ പോകാനായിരിക്കും എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി. കുഞ്ഞ് വിടുന്നില്ല. കുറെ സമയം ഞാനിങ്ങനെ നോക്കി നിൽക്കുക. ഒരു 1/2 മിനിറ്റോളം കുഞ്ഞവസാനം തന്നെ കെട്ടിപ്പിടിച്ചിട്ട് വിടാതെ മുറുക്കെ പിടിച്ചിരിക്കുന്ന തള്ളയുടെ കയ്യിൽ കടിച്ചു. കടിച്ചപ്പോ പെട്ടെന്ന് കൈ വലിച്ചു. കുഞ്ഞിറങ്ങി ഒരൊറ്റ ഓട്ടമായിരുന്നു. ഞാൻ കരുതി കുഞ്ഞ് കളിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിന് പോവാണെന്ന്. അല്ല, എന്റെ സഹോദരങ്ങളെ, കരുണ പറ്റാത്തവരെ, അവിടെ തലയിൽ കൈവച്ച് ഞാൻ ഇരുന്ന് പറഞ്ഞുപോയി, അല്ലാഹുവേ, ഈ ദുരവസ്ഥ ഇനി ഒരിക്കലും ഈ മുറ്റത്ത് വരാൻ ഇടവരുത്തല്ലേ റബ്ബേ എന്ന് കരൾ പൊട്ടി ദുആ ചെയ്തു പോയൊരു രംഗമാ. 4 വയസ്സ് തോന്നിക്കുന്ന ആ കുഞ്ഞ് തന്റെ ഉമ്മയുടെ മടിത്തട്ടിൽ നിന്ന് കൈ കടിച്ചിട്ട് ഇറങ്ങി ഓടിയത് എങ്ങോട്ടെന്നറിയോ? തല കൊണ്ടുപോയി ഭിത്തിയിലേക്ക് സ്വന്തമായി ഒരൊറ്റ അടിയടിച്ചു. ബോധം കെട്ടു വീണു. തള്ളവാരി അടിച്ച് നിലവിളിച്ച് നെഞ്ചത്തടിച്ചുകൊണ്ട് മുറ്റത്തേക്ക് വന്നു. ഒക്കെ പേര് ഞാനിവിടെ നിൽക്കാൻ, എന്റെ കൂടെ 4-5 പേരുണ്ട്. എന്റെ മുന്നിൽ വന്ന് പറഞ്ഞു, സാറേ, ഇത് 4ാമത്തെ തവണയാ. എന്റെ കുഞ്ഞിന് ബ്രെയിൻ ട്യൂമറാ, തലച്ചോറിൽ ക്യാൻസറാ, തലവേദന സഹിക്കാൻ പറ്റണില്ല. ഇങ്ങനെ ചെയ്യാതിരിക്കാനാ ഞാൻ മുറുകെ പിടിച്ചു വെച്ചിരുന്നത്. തല പോയി അടിച്ച് ബോധം കെട്ട് വീഴുമ്പോ കുറച്ചു സമയം നിശബ്ദമായി കിടന്നുറങ്ങും. അതിനുവേണ്ടി അവൾ ഇങ്ങനെ ചെയ്യുന്നത്. 4.5 വയസ്സുള്ള മകളുടെ വേദനാജനകമായ കാഴ്ച കണ്ടിട്ട് കരളുരുകി പോയ എന്റെ സഹോദരങ്ങളെ, ഈ സദസ്സിൽ വെച്ച് ഞാൻ പറയാ, ആ വേദനിക്കുന്നവരുടെ മനസ്സ് അപാരമാണ്. ഒരു ചെറിയ കൈത്തിരി, 1 കിലോ ആപ്പിള് വാങ്ങിക്കൊടുത്താൽ, 1 കിലോ പഴം വാങ്ങിക്കൊടുത്താൽ, 100 രൂപ അവരുടെ കയ്യിൽ കൊടുത്താൽ ആ